വിദ്യാർത്ഥിയായ പൃഥ്വിരാജ് സുകുമാരൻ നന്ദനം എന്ന ഒരൊറ്റ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. അത് കഴിഞ്ഞ് തിരിച്ചുപോയി പഠനം പൂർത്തിയാക്കണം. എന്നാൽ ഇവിടെ തന്നെ സജീവമായി നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ സജീവമായി നിൽക്കുന്നു ബോധ്യമായപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുണ്ട്. എന്നാൽ പൂർവാധീന ശക്തിയോടെ തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് മലയാള സിനിമയിലെ ബ്രാൻഡ് അംബാസിഡറായി തുടർന്നു പോകുന്ന പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം ഫെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഞ്ജിത്ത് പുതിയ വരച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. നന്ദനം എന്നാണ് പേരിട്ടത്. അതിനുവേണ്ടി നായികയായി കണ്ടെത്തി. നമ്മുടെ സിബി മലയിലിൻ്റെ സിനിമയിൽ അഭിനയിച്ച നായിക, ആ കുട്ടി നവ്യ നായർ, ആ കഥാപാത്രം യോജിച്ചതാണ്. പക്ഷെ ഒരു പുതിയ നടനെ വേണം. ആ പുതിയ നടനെ അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ സുകുമാരൻ മല്ലിക ദമ്പതിമാരുടെ മകൻ പൃഥ്വിരാജിനെ കുറിച്ച് അറിഞ്ഞത്. പൃഥ്വിരാജിനെ വിളിച്ച് വരുത്തുന്നു, അതിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു സിനിമയിൽ മാത്രമേ അഭിനയിക്കുള്ളൂ, പോയി പഠനം പൂർത്തിയാക്കണം. പക്ഷേ പടം കയറി എല്ലാവർക്കും ഇഷ്ടമായി പടം. ഈ ചെറുപ്പക്കാരൻ മലയാള സിനിമയിൽ ആവശ്യമാണ് എന്നൊരു തോന്നലുണ്ടായി. പിന്നെ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ തന്നെ നിന്നു. ഇവിടെ തന്നെ നിൽക്കുമ്പോഴും ഏറെ സ്വപ്നങ്ങൾ, അതായത് നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം എഴുതിയതുപോലെ പറഞ്ഞതുപോലെ കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരനാണ് പൃഥ്വിരാജ് സുകുമാരൻ. തുടക്കം അത്ര ആശാവഹമായ രീതിയിലല്ല മലയാള സിനിമയിൽ ചിലരൊക്കെ അംഗീകരിച്ചത്. പക്ഷെ ഇവരുടെ പുറകിൽ മറ്റാര് പറഞ്ഞാലും ഈ പൃഥ്വിരാജിൻ്റെ വളർച്ചയിൽ മല്ലിക അമ്മയുടെ ശക്തി വളരെ വലുതായിരുന്നു. പലർക്കും പുച്ഛം പറയാം, അവരുടെ മകന് വേണ്ടി ഏറെ ബുദ്ധിമുട്ടി, പബ്ലിസിറ്റി കൊടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സ്വന്തം മകന് വേണ്ടിയല്ലാതെ ഒരമ്മ വേറെ ആർക്ക് വേണ്ടി അത് ചെയ്യണം? തൻ്റെ മകനെ തകർക്കാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ഒരു ഭാഗം ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ മകനെ രക്ഷിക്കാൻ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയെന്നൊരു സത്യം തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷവും ആ അമ്മയ്ക്ക് ഇറങ്ങേണ്ടി വന്നില്ലേ? എമ്പുരാൻ എന്നുള്ള സിനിമയുടെ വിജയവും ആ സിനിമയെക്കുറിച്ചുള്ള വിവാദങ്ങളും ഉണ്ടായപ്പോൾ, ഈ പൃഥ്വിരാജ് സുകുമാരൻ്റെ രക്തത്തിനു വേണ്ടി പലരും ദാഹിച്ച് നടന്നപ്പോൾ, ആരും രക്ഷപ്പെടുത്താനില്ലാതെ അഭിപ്രായം പറയില്ലാതെപ്പോൾ ആ അമ്മ, പ്രായമായ അമ്മ തന്നെയാണ് ഇറങ്ങിത്തിരിച്ചത്. ഒപ്പം പൃഥ്വിരാജിൻ്റെ ഭാര്യയും. പിന്നെ ആര്? തളരാതെ മുന്നോട്ട് പോയവനാണ് പൃഥ്വിരാജ് സുകുമാരൻ. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ രാഷ്ട്രദീപിക സിനിമയുടെ എഡിറ്ററായിരുന്ന അവസരത്തിൽ 6 ലക്കം നീണ്ടു നിന്ന് ഇൻ്റർവ്യൂ എടുത്തേ. ആ ഇൻ്റർവ്യൂവിൽ പറയാത്ത കാര്യങ്ങളില്ല. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ അന്ന് പൃഥ്വിരാജ് പറഞ്ഞു, സ്വപ്നങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്വപ്നങ്ങൾ കാണാനുള്ളതല്ല എന്നെ സംബന്ധിച്ച്, അത് യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അഭിനയത്ത് രംഗത്ത് മാത്രമാണോ നിൽക്കുന്നത്? അല്ല, എനിക്ക് വേറെയും മോഹങ്ങളുണ്ട്. എൻ്റെ അച്ഛൻ സംവിധായകനാകാൻ ആഗ്രഹിച്ച ആളാണ്, അതിനുവേണ്ടി പാടുപെട്ടതാണ്. അദ്ദേഹം പൂർത്തിയാക്കാൻ കഴിയാത്ത സംവിധാനമുണ്ട്, എനിക്ക് സിനിമ സംവിധാനം ചെയ്യണം. എങ്കിൽ നിങ്ങൾ സംവിധാനം ചെയ്യുന്നത് ഏത് തരത്തിലുള്ള സിനിമയായിരിക്കും? ആരായിരിക്കും നിങ്ങളുടെ സിനിമയിലെ നായകനും നായികയും എന്ന് ചോദിച്ചപ്പോൾ അന്നൊന്നും സാധിക്കാത്തൊരു കാര്യമാണ് പൃഥ്വിരാജ് പറഞ്ഞത്. ഞാൻ സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ അതിലെ നായിക മഞ്ജു വാര്യരും നായകൻ മോഹൻലാലുമായിരിക്കും അന്ന് പറഞ്ഞു. നമുക്കൊക്കെ അന്ന് പറയുമ്പോൾ തമാശ, വട്ടനാണവൻ, ഇവൻ്റെ പുറത്തിൽ മഞ്ജു വാര്യരും മോഹൻലാലും ഒക്കെ അഭിനയിക്കും എന്നൊക്കെ നമുക്ക് ചോദിക്കുമായിരിക്കാം. ചരിത്രം തെളിയിച്ചതെന്താണ്? ലൂസിഫർ തുടങ്ങിയപ്പോൾ ലൂസിഫർ ഉണ്ടായത് മോഹൻലാൽ എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു കൂടെയാണെന്ന്. മുരളി ഗോപി അടുത്ത സുഹൃത്താണ്. ഇങ്ങനൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിന് 3 ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് ആര് എടുക്കും
എടുക്കുക. അങ്ങനെ സംസാരം വന്നപ്പോഴാണ് ആൻ്റണി പെരുമ്പാവൂർ സംസാരിച്ചത്. അത് മോഹൻലാലിലേക്ക് എത്തിയത്. മോഹൻലാൽ പറഞ്ഞു നമുക്ക് നോക്കാം മോനെ എന്ന് തമാശ രൂപത്തിലെല്ലാം പറഞ്ഞപ്പോൾ ആ ഒരു വാക്ക് ശക്തമായിരുന്നു. അങ്ങനെയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ള വലിയ സംവിധായകനെ മലയാള സിനിമയ്ക്ക് കിട്ടിയത്, വലിയ സിനിമയ്ക്ക് കിട്ടിയത്. ലൂസിഫറിൽ തെളിയിച്ചില്ലേ, പിന്നെ രണ്ടാമത് സിനിമ ചെയ്തില്ലേ, ബ്രോഡാഡി ചെയ്തില്ലേ, അത് വേറെ ടൈപ്പ് സിനിമയായിരുന്നു. ഇപ്പോൾ ഇതെന്താ എമ്പുരാൻ, ഏറ്റവും കൂടുതൽ മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ. അതൊരു സ്വപ്നതുല്യമായ സിനിമയാക്കി മാറ്റി ചിലർ. ആ സിനിമയ്ക്ക് വിവാദങ്ങളുണ്ടായി. അവിടെയും പൃഥ്വിരാജ് സുകുമാരൻ തൊട്ടതെല്ലാം പൊന്നാക്കി. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ തിരുവനന്തപുരത്ത് വന്നു. ആദ്യത്തെ അവാർഡല്ല, ഏറ്റവും നല്ല നടനെല്ലാം മൂന്ന് പ്രാവശ്യമാണ് പൃഥ്വിരാജ് സുകുമാരൻ അവാർഡ് കഴിഞ്ഞിട്ട്. ഇത്തവണ അവാർഡ് വാങ്ങാൻ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രം, മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രം പൃഥ്വിരാജ് സുകുമാരനായിരുന്നു. അതിന് പ്രധാന കാരണം ആടുജീവിതം സിനിമ മാത്രമല്ല, ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അഭിനയ ശൈലി, അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു ആടുജീവിതത്തിൽ നൽകിയതെങ്കിൽ, ആ അനുഭവങ്ങൾ നൽകിയെങ്കിൽ അത് ബ്ലസ്സിയുടെ കഴിവ് മാത്രമാണ്. തുറന്നു പറയാൻ യാതൊരു മടിയും പൃഥ്വിരാജ് സുകുമാരൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ആടുജീവിതത്തിൽ നേടിയപ്പോൾ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് എമ്പുരാൻ സിനിമയിലെ വിവാദങ്ങളായിരുന്നു. ആലോചിക്കണം, വിവാദങ്ങൾ. എമ്പുരാനത്ര അത്യുത്തമ സിനിമയൊന്നുമായിട്ടാണല്ല, അതിലേറ്റുള്ള വിവാദങ്ങൾ. ഒരു കാലഘട്ടം 2002 രാജ്യത്ത് നടന്ന ഒരു വംശഹത്യയുടെ കഥയാണ് പറഞ്ഞത്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാം. അങ്ങനെ നിറഞ്ഞു നിന്നു അവിടെ. അപ്പോൾ വെറുതെ അവാർഡ് നേടിയപ്പോൾ സിനിമ പോവുകയല്ല. ഇപ്പോഴെന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ അഭിനയ ശൈലി ഹിന്ദിയിലാണ്. കരീന കപൂർ നായികയായി, നായകൻ പൃഥ്വിരാജായിട്ടുള്ള ഹിന്ദി സിനിമ പുതിയ തുടങ്ങണം. ഈ ഹിന്ദി സിനിമയിലേക്ക് പോയത് എവിടെ നിന്നാ? രാജമൗലിയുടെ സിനിമയിൽ 1ാം ഷെഡ്യൂൾ പൂർത്തിയാക്കിയിട്ടാണ് ഹിന്ദിയിലേക്ക് പോയത്. അപ്പോൾ ആ വളർച്ചയുടെ ഘട്ടം, നിലവാരം നോക്കണം. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇവിടെ മലയാള സിനിമ വേറെ ഗംഭീരമായുള്ള സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. ലൂസിഫറിൻ്റെ 3ാം ഭാഗത്തിൻ്റെ വർക്ക് തുടങ്ങാൻ പോകുന്നു. അങ്ങനെ ശക്തമായി നിരവധി രംഗങ്ങളിൽ നമ്മളൊക്കെ കേട്ടില്ലേ, അശ്വമേധം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ കുതിരയെ അഴിച്ചു വിട്ടുകൊണ്ട് ഈ കുതിരയെ പിടിച്ചു കെട്ടാനുള്ള ശക്തനുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ സുകുമാരൻ മല്ലിക ദമ്പതിമാരുടെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ള അശ്വമേധയാഗത്തിൻ്റെ യാഗാശ്വം. ഇതിനെ പിടിച്ചു കെട്ടാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്ന ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ മുന്നേറുന്നത്.